ഹലോ ഡിയർ മക്കൾസ്, വെൽക്കം ബാക്ക്. മക്കൾസ് ഉഷാറല്ലേ? എല്ലാവരും എക്സാമിൻ്റെ ചൂടിലാണല്ലേ? അപ്പോൾ മക്കളെ, എക്സാമിന് സ്ഥിരമായി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ എക്സാമിന് എന്തായാലും ഒരു ഉറപ്പുള്ള സംഗതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബോയിലിംഗ് പോയിന്റ് അഥവാ തിളനില എന്ന് പറയും. മക്കൾ പഠിച്ചു വെച്ചോ, ഇത് നിങ്ങളെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വന്നിരിക്കും, പഠിച്ചു വെക്കുക. അപ്പോൾ വാട്ടർ എന്ന ചാപ്റ്ററിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. മക്കളൊക്കെ കാണണം കേട്ടോ. എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഇതും കണ്ട് മക്കൾ സെറ്റാക്കി വെക്കുക. മക്കൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടാണ് അസ്ലം സർ പറയുന്നത്. എടാ, ബോയിലിംഗ് പോയിന്റ് തിളനില എന്ന് പറയും. അതായത് ഓരോരുത്തർക്കും ഓരോ തിളനിലാണ്. വെള്ളത്തിൻ്റെ തിളനിലല്ല ഓയിലിനുള്ളത്, കോക്കനട്ട് ഓയിലിന്, അത് വെളിച്ചെണ്ണക്കുള്ളത്. വെളിച്ചെണ്ണൻ്റെയൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് ചൂടാക്കിയ പെട്ടെന്ന് എന്ത് ചെയ്യും, ചൂടാവും. എന്നാൽ വെള്ളം ചൂടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. എത്ര ഡിഗ്രി സെൽഷ്യസ് എടുക്കടാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഒരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കണം. എത്ര ഡിഗ്രി ആടാ? 100 ഡിഗ്രിയാണ്. എന്നാൽ വെളിച്ചെണ്ണക്കൊന്നും ഇത്രയില്ല. വെളിച്ചെണ്ണക്ക് ചെറിയ രീതിയിൽ ചൂട് കൊടുത്താൽ അവർ ചൂടാവും. എന്നാൽ വെള്ളം തിളക്കണം എന്നുണ്ടെങ്കിൽ, നന്നായി ബോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തണം. അപ്പോൾ ആ 100 ഡിഗ്രി സെൽഷ്യസിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ചൂട് കൊടുക്കണം. അപ്പോൾ ആ ചൂടിന് താങ്ങാനുള്ള ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. അത് വേറെ കണ്ടൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ തിളനില എത്ര ഡിഗ്രി ആണെന്ന് എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ എഴുതി കൊടുക്കണം. 100 ഡിഗ്രി, ഒരു മാർക്കായി. അടുത്തത് മക്കളോട് ചോദിക്കുകയാണ്, ഈ 100 ഡിഗ്രിയിൽ നിന്നും കൂടുമോ? അതുപോലെ തന്നെ ഈ 100 ഡിഗ്രിയിൽ നിന്നും കുറയുമോ? വെള്ളത്തിൻ്റെ തിളനില 100 ഡിഗ്രി ആണെങ്കിൽ അത് 100-ൽ നിന്നും കൂടുമോ അല്ലെങ്കിൽ 100-ൽ നിന്നും കുറയുമോ? കൂടോ കുറയോ ഇല്ലേ എന്നാണ്. യെസ്, കൂടും ചെയ്യും കുറയും ചെയ്യും. എങ്ങനെയാടാ കൂടുക? കൂടുന്നത് ഏത് കുക്കറിലാടാ? പ്രഷർ കുക്കർ. ഇല്ല മക്കളെ, പ്രഷർ കുക്കറിൽ 100-ൽ നിന്നും കൂടും. പ്രഷർ കുക്കറിൽ 100-ൽ നിന്നും അവൻ എത്ര ഡിഗ്രി വരെ എത്തും? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. മക്കൾ പഠിച്ചു വെക്കുക, 100-ൽ നിന്നും കൂടും. എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്? 120 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട്. അതും എവിടെയാണ് മക്കളെ? പ്രഷർ കുക്കറിലാണ്. അതെന്തുകൊണ്ടാണ് മക്കളെ? കാരണം 120 ഡിഗ്രി സെൽഷ്യസ് ആവാൻ കാരണം അവിടെ എന്ത് കൂടിയത് കൊണ്ടാണ്? പ്രഷർ എന്ന് പറയുമ്പോൾ മർദ്ദം കൂടിയത് കൊണ്ട് അവിടെ ബോയിലിംഗ് പോയിന്റും അഥവാ തിളനില എന്താവും മക്കളെ? കൂടും. മറക്കരുത്. അപ്പോൾ മക്കളെ, 100-ൽ നിന്നും 120 ആവും. എപ്പോൾ കൂടും? എന്ത് കൂടിയത് കൊണ്ടാണ്? പ്രഷർ കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യും? കൂടും. മറക്കരുത്. ആ മക്കൾ മനസ്സിലായല്ലോ. വെള്ളത്തിൻ്റെ ഡിഗ്രി 100 ഡിഗ്രി ആണെങ്കിൽ അത് 100 ഡിഗ്രിയിൽ നിന്നും കൂടും. 120 ആവും. എവിടെ? പ്രഷർ കുക്കറിൽ. മറക്കരുത്, കാരണം മർദ്ദം കൂടിയത് കൊണ്ടാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, അത് 100-ൽ നിന്നും കുറയുമോ? 100-ൽ നിന്നും കുറഞ്ഞ ഏകദേശം ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആവുമോ? യെസ്, കുറയും. ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അത് എവിടെയാണ്? അത് ഇതുപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഇവിടെ പ്രഷർ കൂടിയപ്പോഴല്ലേ, എന്നാൽ അവിടെ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റും കുറയും. മർദ്ദം കുറയുമ്പോൾ തിളനിലയും കുറയും. അതെവിടെയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എവിടെയാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ്. എന്താ മക്കളെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് അല്ലെങ്കിൽ ഹൈ മൗണ്ടെയിൻ ഏരിയാസ്? ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ 100 ഡിഗ്രിയിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയും. ഏകദേശം 90 ഡിഗ്രി സെൽഷ്യസ്. കാരണം ഉയരം കൂടുന്തോറും എന്താവടാ? അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താവും? കുറയും. ബോയിലിംഗ് പോയിന്റ് കുറയാൻ കാരണം ഉയരം കൂടുന്തോറും എന്ത് കുറയാണ് മക്കളെ? പ്രഷർ അഥവാ മർദ്ദം കുറയുന്നു. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആരെ? ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് മർദ്ദം അഥവാ പ്രഷർ. ഓക്കെ, പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിന്റും കൂടും.
പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് എന്ത് ചെയ്യും? കുറയും. ആ മക്കൾ മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളൊക്കെ മക്കൾ മനസ്സിലാക്കുക. 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയാണ് ചെയ്യുക. 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയാന്ന് പറയുമ്പോൾ എന്താ ഈ കാരടാ 90 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ, വെള്ളത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആടാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിൻ്റെ തിളനില. അപ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കൂടുമോ? യെസ്, കൂടാം അല്ലേ. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കുറയുമോ? യെസ്, കുറയാം. എപ്പോഴാണ് മക്കളെ കൂടുക? ഏല കൂടുക, പഠിച്ചില്ലേ? ഏല കൂടുക പ്രഷർ കുക്കർ. എവിടെയാണ് മക്കൾ? പ്രഷർ കുക്കറിൽ കൂടാം. എത്ര വരെ എത്തടാ? 120 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. അതെന്തുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ കൂടാൻ കാരണം പ്രഷർ കുക്കറിൽ എന്തു കൂടുതലാണ് മക്കളെ? പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. എത്ര ആവൂടാ? 120 ഡിഗ്രി സെൽഷ്യസ് ആവും. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കുറയോ? യെസ്, കുറയും. എത്ര വരെ എത്തടാ? ഒരു 90 ഡിഗ്രി സെൽഷ്യസ് സുമാറ് പറയാം. അതെന്തുകൊണ്ട്? അവിടെ എന്തു കുറയും മക്കളെ? പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ അവിടെ അഥവാ മർദ്ദം കുറയുമ്പോൾ അവിടെ ബോയിലിംഗ് പോയിൻ്റ് അഥവാ തിളനില എന്ത് ചെയ്യും? കുറയും. മറക്കരുത്. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ വന്നാൽ എൻ്റെ മക്കൾക്ക് ചെയ്യാൻ കിട്ടൂലേ? അപ്പോൾ ഉയരം കൂടുന്തോറും ബോയിലിംഗ് പോയിൻ്റ് കുറയും. നമ്മളെ സാധാ നോക്കുകയാണെങ്കിൽ ഇവിടെ 100 ഡിഗ്രി, എന്നാൽ ഉയരം കൂടുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറയും. എന്നാൽ പ്രഷർ കുക്കറിൽ ബോയിലിംഗ് പോയിൻ്റ് കൂടും. ക്ലിയർ അല്ലേടാ? എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞാലോ? നോക്കുക. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. വാട്ടർ ബോയിൽസ് അറ്റ് 120 ഡിഗ്രി സെൽഷ്യസ് ഇൻ പ്രഷർ കുക്കർ. അതായത് 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകൾ പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസിലാണ്. യെസ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നോ പ്രോബ്ലം. ഇനി അടുത്തത്, ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് വാട്ടർ ബോയിൽസ് ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിലാണ്. യെസ്, ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇനി ഇവിടെ ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ 2 സന്ദർഭങ്ങളിലും തിളനിലയിലെ വ്യത്യാസത്തിന് കാരണമെന്ത്? വാട്ട് ഈസ് ദ റീസൺ ഡിഫറൻസസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ദിസ് 2 ഇൻസ്റ്റൻസസ്? അപ്പോൾ ഈ 2 സന്ദർഭങ്ങളിലും ബോയിലിംഗ് പോയിന്റിന് വ്യത്യാസം വരാനുള്ള കാരണം എന്താ? അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. ഒറ്റ കാരണം എന്താണ് മക്കളെ? പ്രഷർ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മർദ്ദം കൂടും ചെയ്യുന്നുണ്ട്, മർദ്ദം കുറയും ചെയ്യുന്നുണ്ട്. മർദ്ദം കൂടുന്നത് പ്രഷർ കുക്കറിലാണെങ്കിൽ മർദ്ദം കുറയുന്നത് അഥവാ ബോയിലിംഗ് പോയിൻ്റ് കുറയാൻ കാരണം പ്രഷർ കുറയുന്നത് എവിടെയാടാ? ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? ഈ ഒരു സംഗതികൾ എൻ്റെ മക്കൾ മറക്കരുത്. അതിൻ്റെ ആൻസർ അസ്ലം സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താ? ഡ്യൂ ടു ഹൈ പ്രഷർ. അവിടെ എന്ത് കൂടിയിട്ടാണ്? പ്രഷർ കൂടിയിട്ടാണ്. അപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ് ആവും പ്രഷർ കുക്കറിൽ, കാരണം അവിടെ ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസ് ചെയ്തു, കാരണം അവിടെ മർദ്ദം കൂടിയിട്ടാണ്. മലയാളം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇൻ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്, ബോയിലിംഗ് പോയിൻ്റ് ആൾസോ ഡിക്രീസസ്. അപ്പോൾ ഉയർന്ന പ്രദേശം, മലയാളത്തിൽ നോക്കുക, ഉയർന്ന മർദ്ദം കാരണമാണ് തിളനിലയിൽ കൂടിയത്. അപ്പോൾ ഉയർന്ന മർദ്ദം, അതായത് പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എന്തും കൂടി? തിളനിലയും എന്തായി? കൂടി. ഇനി പർവ്വത പ്രദേശങ്ങളിലെ അന്തരീക്ഷ മർദ്ദം കുറയുന്നതിനാൽ തിളനിലയും കുറയും. അപ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ എന്താണ്? തിളനില കുറയാണ് ചെയ്യുന്നത്. അതിനെന്താണ് കാരണം? അവിടെ മർദ്ദം കുറവാണ്, മറക്കരുത്. ഇനി അറ്റ് വിച്ച് സിറ്റുവേഷൻസ് ആർ ഗിവൺ അബൌ ഇറ്റ് ഈസി ടു കുക്ക് ഫുഡ്? മുകളിൽ കൊടുത്തിരിക്കുന്ന ഏത് സന്ദർഭങ്ങളിലാണ് എളുപ്പത്തിൽ ആഹാരം ചെയ്യാൻ കഴിയുന്നത്? അത് പ്രഷർ കുക്കറിലാണ്. കാരണം പ്രഷർ കുക്കറിൽ പെട്ടെന്ന് എന്താവുക? അതായത് ചൂട് 120 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാവും. അപ്പോൾ അവൻ്റെ എന്താവും? പെട്ടെന്ന് പാചകം ചെയ്യാൻ എന്ത് ചെയ്യും? സാധിക്കും. എന്നാൽ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ പെട്ടെന്ന് പാചകം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം അവിടെ പ്രഷർ എന്താണ്? കുറവാണ്. അപ്പോൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. പ്രഷർ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആര് മക്കളെ? ബോയിലിംഗ് പോയിൻറ്റിനെ. മറക്കരുത്. ക്ലിയർ അല്ലേടാ? മലയാളത്തിൽ എന്താടാ പറയുക? പ്രഷർ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതായത് മർദ്ദം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? തിളനിലയെ. അത് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. ആ മക്കളൊന്ന് പറഞ്ഞേടാ. പ്രഷർ കൂടിയാൽ അവിടെ ബോയിലിംഗ് പോയിൻ്റ് എന്താവും? കൂടും. അതെവിടെയാടാ? പ്രഷർ കൂടി ബോയിലിംഗ് പോയിൻ്റ് കൂടുന്നത് എവിടെയാണ്? അതെവിടെയാടാ? ആ 120 ഡിഗ്രി സെൽഷ്യസ് ആവൂലേ? അതെവിടെയാണ്? പ്രഷർ കുക്കറിൽ. എന്നാൽ പ്രഷർ കുറഞ്ഞാൽ അവിടെ ബോയിലിംഗ് പോയിൻ്റ് എന്താവും? കുറയും. അതെവിടെയാടാ?
നൂറിൻ്റെ താഴെയാണ് 90 ഡിഗ്രി സെൽഷ്യസ്. അത് ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ. ക്ലിയർ അല്ലേടാ മക്കൾ? പഠിച്ചെടുക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനി എക്സാമിന് വരുന്നതാണ്. മക്കൾ മാക്സിമം പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ഇതൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെറ്റാണെങ്കിൽ മക്കൾ കമൻറ്റിൽ സെറ്റ് എന്ന് കമൻറ്റ് ചെയ്തിട്ടൊരു ഹാർട്ട് അടിക്കാം. ഓക്കെ, സീ യു.